Meet the editors. കിറ്റക്സിന്റെ രാഷ്ട്രീയ നീക്കമോ എന്നതാണ് ചോദ്യം. ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, ഇപ്പോൾ കിറ്റക്സും സംസ്ഥാന സർക്കാരും തമ്മിൽ നേരത്തെയും പോരുണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രതികരണമായിട്ട് വരികയാണ്. ആന്ധ്രയിൽ നിന്ന് മന്ത്രി ഇങ്ങോട്ട് വരുന്നു, ഞാൻ പൂർണ്ണമായും അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി ഞാൻ കേരളം വിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരു വ്യവസായി മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നീക്കമായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. ഞാൻ രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേരളം ഈ പറയുന്നത് പോലെ അത്ര വ്യവസായ സൗഹൃദമല്ല എന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തെക്കുറിച്ച് നല്ല രീതിയിൽ എനിക്കറിയാം. നല്ല രീതിയിൽ ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്? കേരളത്തിൽ നമ്മൾ റാങ്കിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്തും ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബുവാണല്ലോ ഇപ്പം ഈ പറയുന്ന വ്യവസായത്തിന് സൗഹൃദ സംസ്ഥാനമല്ല എന്ന് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയുന്നില്ല. കാരണം സാബുവിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഗാർമെൻറ്റ് ബിസിനസ്സാണ്. കാരണം ഈ പറയുന്ന ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ ഗാർമെൻറ്റ്സിന് വേണ്ടി മാത്രം ഒരു ടെക്സ്റ്റൈൽസ് മന്ത്രിയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗാർമെൻറ്റ്സ് ബിസിനസ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തുണി വ്യവസായങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ അതിൻ്റെ റോ മെറ്റീരിയൽ നല്ല രീതിയിൽ കിട്ടും. അവിടെ ഈ പറഞ്ഞ അതിന് പറ്റിയ തൊഴിലാളികൾ കിട്ടും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാഹചര്യ സംവിധാനങ്ങളും അവിടെയുണ്ട്. അവിടെ ആ ബിസിനസ് കൊണ്ടുപോകുന്നതിൽ സാബുവിനെ സംബന്ധിച്ചിടത്തോളം കമ്പനീൻ്റെ മുതലാളി എന്നുള്ള സംബന്ധിച്ച് ഒരു തെറ്റുമില്ല. കാരണം അവിടേക്ക് കൊണ്ടുപോയി ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ കേരളത്തെ മോശമാക്കിയിട്ട് പോകണോ വേണ്ടിയോ എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഒരു സാധാരണ നമ്മൾക്കറിയാലോ, ഒരു ഗാർമെൻറ്റ് തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ തൊഴിലാളിക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഏറ്റവും കൂടി പോയിട്ടുണ്ടെങ്കിൽ 50,000 കൊടുക്കുമായിരിക്കും. അതിൽ കൂടുതൽ കൊടുക്കുമോ? അതിൽ കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഞാൻ സാബു അങ്ങനെ കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടില്ല. ഈ പറയുന്ന ബാലൻസ് ഷീറ്റൊക്കെ ഞാനും എടുത്ത് നോക്കി. അതിൻ്റെ അകത്തും കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു പരിധി വന്നിരുന്നു. അല്ല, ഞാൻ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ടേൺ ഓവർ ഉണ്ട്. കാരണം എന്താണ്? അമേരിക്ക പോലെയുള്ള വൻകിട ഭൂഖണ്ഡങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ്സ് കയറ്റി അയക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് സാബുവിൻ്റെയാണ്. അത് ആ ബിസിനസ്സിൻ്റെ വിജയമാണ്. ഞാൻ പറയുന്നത് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ബിസിനസ്സാണ് നടത്തുക. ഇപ്പം കർണാടകയിൽ പോയിട്ടുണ്ടെങ്കിൽ കരിമ്പ് കൃഷി നല്ല രീതിയിൽ നടക്കും. നമുക്കിവിടെ കരിമ്പ് കൃഷി നടത്താൻ പറ്റുമോ? നമുക്ക് നടത്താൻ പറ്റില്ല. നമുക്കിവിടെ കയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. നമ്മളവിടെ നല്ല രീതിയിൽ കയർ വ്യവസായം നടത്തുന്നില്ലേ? നമ്മൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ആന്ധ്രയും തെലുങ്കാനയും പോയി കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട് നല്ല രീതിയിൽ. കേരളത്തിൽ നടത്താൻ പറ്റുമോ? അവിടെ ലീഗലാക്കി കൊടുത്തൊരു സാധനമാണ്. പറ്റുമോ? അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിനും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ രീതിയിലുള്ള ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ ആ കാര്യങ്ങളിൽ കേരളം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇപ്പോൾ സാബുവിനെ സംബന്ധിച്ചോളം സാബു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ലൈനിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ എനിക്ക് ലോകത്തിലെ ആദ്യത്തെ ഫാക്ടറി തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ഥലം അവിടെ കൊടുത്തു എന്നുള്ളതാണ്. 5 കിലോമീറ്റർ അല്ല, വേണമെങ്കിൽ 50 കിലോമീറ്റർ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഏക്കർ കണക്കിൽ 1000 10,000 ഏക്കർ സ്ഥലം അവിടെ തരിശായി കിടക്കുകയാണ്. ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ 5000 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ 50 കോടി രൂപ മതി. മനസ്സിലായോ? കേരളത്തിൽ ഈ എറണാകുളം സിറ്റിയിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് നമുക്ക് 5 ഏക്കർ പോയിട്ട് 500 മീറ്റർ സ്ഥലം നീളത്തിൽ ഫാക്ടറി പണിയാൻ കിട്ടുമോ? ആ സ്ഥലം ആര് ഫ്രീ ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്? ആന്ധ്ര സർക്കാർ കൊടുത്തു, അല്ലെങ്കിൽ തെലുങ്കാന സർക്കാർ കൊടുത്തു, ആന്ധ്ര സർക്കാർ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ 1 ഏക്കർ 500 ഏക്കർ വേണ്ട, 1 ഏക്കർ കൊടുത്താൽ അവസ്ഥ. സാബുവിനെ പോലെ ഒരു മുതലാളിക്ക് കേരളത്തിലെ സർക്കാർ 1 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാബുവിനെയും കത്തിക്കും, ഈ പറഞ്ഞ സർക്കാരിനെ കത്തിക്കും. ആ അവസ്ഥയിലേക്ക് ജനങ്ങൾ പ്രതികരിക്കില്ലേ? ഇവിടുത്തെ പ്രതിപക്ഷം അടങ്ങിയിരിക്കുന്നത് തോന്നുന്നുണ്ടോ? ഈ ഫ്രീ ആയിട്ട് ഇത്രയും വലിയ മുതലാളിക്ക് ഇത്രയും സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഔചിത്യമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് സംസ്ഥാനത്തെ മോശമാക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു വ്യവസായികൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം സംസ്ഥാനം ഈ കിറ്റക്സ് പോലെയുള്ളൊരു സ്ഥാപനം ഈ കഴിഞ്ഞ 10-50 വർഷമായിട്ട് കേരളത്തിലല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്ത് ബുദ്ധിമുട്ടാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്? കേരളത്തിൽ റെയ്ഡ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓരോ മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ് കിടക്കുന്നു ഇല്ലേ? എത്രയോ സ്ഥാപനങ്ങളിൽ റെയ്ഡ് കിടക്കുന്നുണ്ട്. ഓരോ വിഭാഗങ്ങൾ ഇവിടെ തൊഴിൽ പീഡനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയ്ഡ് വരില്ലേ? നമുക്ക് നോർമലി ചിന്തിച്ചാൽ പോരെ? അവിടുന്ന് കംപ്ലയിൻറ്റ് വന്നിട്ടില്ലേ? അവിടുന്ന് റെയ്ഡ് നടത്തിയിട്ടില്ലേ? ഇതിലൊന്നും നമ്മൾ തെറ്റ് പറഞ്ഞ കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്. കേരളത്തിൽ 37 സ്വകാര്യ പാർക്കുകൾ തുടങ്ങി. കേരളത്തിൽ ഈ 37 സ്വകാര്യ പാർക്കുകൾ പൂട്ടിക്കിടക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. 1 ഇഞ്ച് സ്ഥലം ഒരു സ്വകാര്യ പാർക്കിന് കേരളത്തിൽ കിട്ടാനില്ല. 1 ഇഞ്ച്. എറണാകുളം ജില്ലയിലുള്ള സ്വകാര്യ പാർക്കുകൾ നോക്കിയാൽ നമ്മളെ തൊട്ടടുത്താണല്ലോ കിൻഫ്ര.
നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കിക്കേ, ഒരു സെൻറ്റ് സ്ഥലം കിട്ടും ഒരു വ്യവസായിക്ക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട്? സ്ഥലമില്ല. നമ്മളിപ്പോൾ ഒരു വ്യവസായ ഒരു പാർക്ക് കണ്ടെത്താന്ന് പറഞ്ഞാൽ 10-200 ഏക്കർ സ്ഥലം, 150 ഏക്കർ സ്ഥലം കണ്ടെത്തി വേണം വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 5 ഏക്കറും 2 ഏക്കറും 3 ഏക്കറും കൊടുത്ത് സ്ഥലം കൊടുത്തിട്ട് ചെറിയ വ്യവസായങ്ങളെ കൊണ്ടുവരാനുള്ള സംവിധാനം കേരളത്തെ സംബന്ധിച്ചേ ഉള്ളൂ. കാരണം നമ്മുടെ സ്ഥലപരിമിതി അങ്ങനെയാണ്. ജനങ്ങൾ വളരെയധികം 1 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിൽ 800-ലധികം ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ അത്രയധികം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അതിനനുസരിച്ചുള്ള ബിസിനസ് അല്ലേ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വൻകിട ഫാക്ടറികൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് നിലവിളിക്കുന്ന ആൾക്കാർ, വൻകിട ഫാക്ടറി വന്നാൽ അത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കിറ്റക്സ് എന്താണ് ചെയ്യുന്നത്? ഈ കിഴക്കമ്പലം പോലത്തെ ഒരു പഞ്ചായത്തിന് അടക്കി വാഴുന്നതിന് കാരണം എന്താണ്? 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണത്. 1000 കോടി രൂപ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ആന്ധ്രയിൽ പോയിട്ടും തെലങ്കാനയിൽ പോയിട്ടും ബിസിനസ് തുടങ്ങിയിട്ടല്ലല്ലോ ഈ 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഈ കിഴക്കമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. അതിനെന്താ കാരണം? അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഈ പറഞ്ഞ സർക്കാർ അവിടെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നോ? ഈ 12 റെയ്ഡ് ഇത്രയും വലിയ കമ്പനിയിൽ 12 റെയ്ഡ് നടത്തിയെന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ട് കാണുക. ഞാൻ 12 റെയ്ഡ് അല്ല നടത്തേണ്ടതെന്ന് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത്രയും വലിയ കമ്പനിയാണ്, ഇത്രയധികം ജോലിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ മാസവും റെയ്ഡ് നടത്തി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഒരു ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. 12 റെയ്ഡ് നടത്തി വലിയ കുറ്റമായി കാണുകയാണോ? അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ എന്താണ് പറയുക? ഒരു തീപിടുത്തം ഉണ്ടായി, ഒരു വലിയ രീതിയിലുള്ള ഗാർമെൻറ്റ്സ് സ്ഥാപനമാണ്. തീപിടുത്തം ഉണ്ടായാൽ എന്താ ആരെയും കുറ്റം പറയുക? കിറ്റക്സിനെയാണ് കുറ്റം പറയുക. ഈ പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതിൻ്റെ സുരക്ഷ പരിശോധിച്ചില്ല? ഇതിനാര് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കൊടുത്തു? ആര് ഈ പറഞ്ഞ സംവിധാനം ചെയ്തു എന്നല്ല ചോദിക്കുക. അപ്പം ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒരു സർക്കാരിനെ മോശമാക്കുന്ന രീതിയിൽ കേരളത്തിലേക്ക് വ്യവസായം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? 2 ലക്ഷം കോടിയാണ് സ്മൃതി മാഡം കഴിഞ്ഞ ഒരു വർഷം വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് വന്നത്. 2 ലക്ഷം കോടി. ഒരു വർഷം ഇന്ത്യയിലെ മുഴുവൻ GST പിരിക്കുന്ന എത്രയാണെന്നറിയോ? 2 തുടങ്ങി 2.5 ലക്ഷം കോടി വരിക. ഒരു മാസം മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ GST പിരിക്കുന്നത് 2 ലക്ഷം. കൊച്ചി സംസ്ഥാനം, ഇത് വളരെ ചെറിയൊരു സംസ്ഥാനത്ത് വിദേശത്ത് നിന്ന് വന്ന പണത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം കോടിയാണ്. ഈ പറയുന്ന 2 ലക്ഷം കോടി എങ്ങനെയാണ് വന്നത്? ഇവിടെ നമ്മൾ പറയുമല്ലോ, എപ്പോഴും പറയും, വലിയ രീതിയിൽ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ജോലിയില്ല, യുവാക്കൾക്ക് ജോലിയില്ല എന്നുള്ളതാണ്. എന്താണെന്ന് അറിയാം? ഇപ്പോൾ UK പോകുന്ന ഒരു യുവാവിനെ വെച്ച് നോക്കുള്ളൂ. UK പോകുന്ന ഒരു യുവാവിന് ഒരു മണിക്കൂറിന് 13 പൗണ്ടാണ് കിട്ടുക. ഒരു 100 രൂപ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു മണിക്കൂർ 130 രൂപ കിട്ടും. 8 മണിക്കൂർ വരെ പണിയെടുക്കാമെന്ന് വെച്ചോളൂ. ഒരു ദിവസം 10,000 രൂപ ശമ്പളം കിട്ടും. ഒരു ദിവസമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ 30,000 രൂപ ഒരു ദിവസം ശമ്പളം കൊടുക്കുന്ന ഒരു മലയാളിയെ കുറിച്ചിട്ട്? അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ അവിടെ പോയി എടുക്കുന്ന പണം കൂടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയധികം വലിയ വീടുകൾ വെച്ചിരിക്കുന്നത്, ഇത്രയധികം ബയ്യിങ് കപ്പാസിറ്റി ഉള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെൻസ് വാങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെൻസ് വാങ്ങുന്ന സംസ്ഥാനം നോക്കിയാൽ ഈ കൊച്ചു കേരളമാണ്. എവിടെ നിന്നാണ്? കേരളത്തിൽ പണിയെടുത്തിട്ടാണോ? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വരുമാനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന മലയാളികളും കുട്ടികളും മുഴുവൻ അവിടെ നിന്ന് ജീവിച്ചു പോകുന്നത് എനിക്ക് അഭിപ്രായമില്ല. എല്ലാവരും കേരളത്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 2 ലക്ഷം കോടി രൂപ ഈ ഇന്ത്യയിലേക്ക് ഒരു വർഷം കേരളത്തിലേക്ക് ഒരു വർഷം വരുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിറ്റക്സ് സാബു എന്ന് വിചാരിക്കുന്ന വ്യക്തി ആ ഫാക്ടറിയിലൊന്ന് പോയി നോക്കിക്കുക, എത്ര മലയാളികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന്. അവിടെ പണിയെടുക്കുന്നത് ആന്ധ്രയും തെലുങ്കാനും ബംഗാളിനെയും നേപ്പാളിനെയൊക്കെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് അവിടെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു 10-30% ഉണ്ടാവും മലയാളികൾ. അതെന്താണ്? സാധാരണക്കാരായ വളരെ ചെറിയ, നമ്മൾക്കിപ്പം തൊഴിലുറപ്പിന് പോകുന്നതിനേക്കാൾ തൊട്ട് മേലെയുള്ള ആ ലെവലിൽ പണിയെടുക്കുന്ന വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് 30-35 ശമ്പളം കൊടുത്തിട്ട് അവിടെ കൊണ്ടിരുത്തുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അവർ വിദേശ നാണയം വന്നിട്ട് അവർക്ക് ഇവിടെ ടാക്സ് കുറവാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്താൽ ഇവിടെ GST കൊടുക്കണ്ട, ഇവിടുന്ന് ഇൻകം ടാക്സ് കൊടുക്കണ്ട. ഒരു സാധനക്കാർ വിദേശ നാണയം ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിസിനസ്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് കേരളത്തിലെ ബിസിനസ് മുഴുവൻ ഞങ്ങൾ മോശക്കാരാണ്. അപ്പോൾ ഞാൻ ഇന്നലെ സാബുവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ സാബു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 2020 പ്രൊജക്റ്റിൽ 3 പാർക്കുകളാണ് പ്ലാൻ ചെയ്തത്, സ്വകാര്യ പാർക്കുകളാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് കോഴിക്കോട്, ഒന്ന് കൊച്ചിയിൽ, ഒന്ന് തിരുവനന്തപുരത്ത്. ആ പ്രപ്പോസൽ വരെ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ആ സമയത്ത് പറഞ്ഞത് 3600 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടത്താം എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയി. അതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്നത് ഞാനാണ് എന്ത് ചെയ്ത് 2020 ഈ പറഞ്ഞ ബിസിനസ് കോൺക്ലേവിൻ്റെ ഹെഡായി നിന്നയാൾ. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റുകളെല്ലാം നടപ്പിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സർക്കാരിനെ ഏൽപ്പിച്ചത്. ആ സർക്കാരിനെ ഏൽപ്പിച്ച സർക്കാരിനോട് സാബു നീതിയാണോ കാണിച്ചത്? കാരണം സർക്കാർ ഇത്രയും വലിയൊരു ബിസിനസ്സിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ വലിയൊരാളിനെ വിളിച്ചിട്ട് ഇതിൻ്റെ തലപ്പത്ത് നിർത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? അപ്പം പുള്ളി തന്നെ പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യം, ഞാൻ ജോയി ആലുക്കാസിനെ വിളിച്ചിട്ട് ഒരു പ്രപ്പോസൽ മേടിച്ചു.
ഞാൻ നവാസ് മീരാനെ എന്താണ് ഈസ്റ്റേണിൻ്റെ മുതലാളിനെ വിളിച്ചിട്ട് ഒരു പ്രപ്പോസൽ മേടിച്ചു. ഇതൊന്നും നടപ്പിലാവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം, അദ്ദേഹം തന്നെ പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. നടപ്പിലാകാത്ത കാര്യം. അദ്ദേഹം ഏറ്റവും വലിയ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ചീറ്റിംഗ് അല്ലേ അത്? അദ്ദേഹം പറയേണ്ടത് എന്താണ്? കേരളത്തിലേക്ക് ഇങ്ങനെ വരുന്നില്ല, എനിക്ക് ഈ പ്രപ്പോസൽ ഇങ്ങനെയല്ല വേണ്ടത്, ഇത് കുറച്ച് വിശാലമായി വൃത്തിയായി നമ്മൾ ചെയ്യണം. എന്നിട്ട് ഞാനും 3600 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു, ഞാനും ചീറ്റ് ചെയ്തു. ഇത് പുള്ളി തന്നെ പറയുകയാണ്, ഞാനും 3600 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു, അതുപോലും ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ വിഡ്രോഡ് പോയി, എന്നിട്ട് ഞാനത് തെലങ്കാനയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. എത്ര മോശമായ രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ സംവിധാനത്തിൻ്റെ അത് ഈ പറയുന്ന കോൺക്ലേവിന് മുൻപിൽ നിന്ന് വിജയിക്കുന്നില്ല, അപ്പം ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്ത് എനിക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു വിദേശ കമ്പനീൻ്റെ പറഞ്ഞു 60,000 കോടി രൂപയുടെ ഒരു മെയിൽ വാങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു. എന്നിട്ട് അത് കേട്ടിട്ട് കൂടെയുള്ളവർ ചിരിച്ച് അയ്യോ കേരളത്തിലേക്ക് ഒരു വികസനം വരുന്നില്ല എന്ന് വരുത്തി തടുക്കുകയാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായ സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്? ആ സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്ന വ്യവസായങ്ങൾക്ക് സൗഹൃദം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ലോകത്ത് നടക്കുന്ന വ്യവസായങ്ങൾക്ക് മുഴുവൻ സൗഹൃദം ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉദാഹരണം പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇന്ത്യയിൽ ഇത് കേരളത്തിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്തേ അവിടെ ഇത്രയധികം 5 സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്തത്? കേരളം എന്ന് പറയുന്നത് ടൂറിസത്തിനോട് ഇക്കോ ഫ്രണ്ട്ലി ആയൊരു സംസ്ഥാനമാണ്. ടൂറിസം ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് മാരിയറ്റിനൊക്കെ എത്ര ഹോട്ടലാണ്? ഹോളിഡേന് ഹോട്ടലില്ലേ? പിന്നെന്താ ക്രൗൺ പ്ലാസയ്ക്ക് ഹോട്ടലില്ലേ? താജിന് എത്ര ഹോട്ടലാണ്? ടാറ്റയ്ക്ക് എത്ര ഹോട്ടലാണ്? അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഹോട്ടൽ ബിസിനസ് അതുകൊണ്ട് ആ ബിസിനസ് കേരളത്തിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഐ ടി പാർക്കുകൾ കർണാടകയെക്കാളും കൂടുതലായി ഇപ്പോൾ കേരളത്തിൽ. നമ്മളേറ്റവും പണ്ടൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കർണാടകയാണ് ഏറ്റവും കൂടുതൽ ഐ ടി പാർക്കുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ ഐ ടി പാർക്ക് കേരളത്തിൽ വന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒക്കെ കൊച്ചിയിൽ നടക്കുന്ന ഇപ്പം ലുലുവിൻ്റെ വലിയ 2 ഐ ടി പാർക്കുകളൊന്നുമില്ലേ? വലിയ ഐ ടി പാർക്കാണ്. ലുലു ഒന്നും കാണാതെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഒന്നുമല്ല. ഐ ടി പാർക്കുകളുടെ ഹബ്ബായി കേരളം മാറുക എന്നുള്ളതാണ്. അപ്പം ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ചെറിയ പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഏത് രീതിയിൽ വികസനം കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ സംസ്ഥാനം വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ 100% എല്ലാം ക്ലിയറായ ഒരു സംസ്ഥാനം ഉണ്ടോ എവിടെയെങ്കിലും? ഉണ്ടാവില്ല. ചില കമ്പനികൾക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ചില കമ്പനികൾ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്, ചില വിഷവാതകങ്ങൾ പുറന്തള്ളുന്നുണ്ട്, ചില സ്ഥലത്ത് വെള്ളം നമ്മൾ പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. അതൊക്കെ പൂട്ടേണ്ട കമ്പനികളാണ്. അത് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വാർത്ത കൊടുക്കുന്നത്. അത് വ്യവസായ സൗഹൃദമായ സംസ്ഥാനത്ത് അയ്യോ എന്ത് ബിസിനസ് നടത്തിക്കോളാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു അടിസ്ഥാന വികസനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ നല്ല റോഡ് ഉണ്ടായിട്ടുണ്ടോ? 2 പാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി നമ്മൾ നന്നായി നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. കേരളത്തിൽ ഏറ്റവും വേണ്ട സാധനം എന്താണ്? ഒരു വ്യവസായത്തിന് ഏറ്റവും വേണ്ട സാധനം എന്താ? ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി കറണ്ട് കട്ടിപ്പില്ല, നല്ല രീതിയിൽ വ്യവസായം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെടുന്നത് എന്നിട്ട് പറയുന്നത് മന്ത്രിയോട് പറയുകയാണ്, ഇവിടുത്തെ ആരുടെയും പിതൃസ്വത്തല്ല, കേരളം ആരെയും പിതൃസ്വത്തല്ല, അങ്ങനെയൊക്കെ പിതൃസ്വത്തല്ല എന്ന് പറഞ്ഞൊരു വ്യവസായി കേരളത്തിൽ വ്യവസായം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നാളെ രാവിലെ വന്നിട്ട് പറയും ഒരു വ്യവസായം തുറക്കുന്നത്, ഞാൻ നാളെ വന്നിട്ട് കേരളത്തിൻ്റെ മന്ത്രിയുടെ പിതൃസ്വത്തല്ല എന്ന് പറഞ്ഞ് ബിസിനസ് തുറക്കുന്ന ഒരു ഏത് ലെവലില്ല. ആ മര്യാദ എന്ന് പറയുന്നത് എന്താണ്? അത് രാഷ്ട്രീയ നേതാവിൻ്റെ മര്യാദയാണ്. രീതിയാണ്. ആ രീതി എന്ന് പറയുന്നത് പിതൃസ്വത്തല്ല എന്നൊക്കെ പറഞ്ഞു പോവാം രാഷ്ട്രീയ നേതാവിന്. പക്ഷേ ഒരു വ്യവസായിക്ക് വ്യവസായം നടത്തണമെങ്കിൽ വ്യവസായത്തെ വ്യവസായമായിട്ടും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് മാധ്യമപ്രവർത്തന അഭിപ്രായം പറയാമെന്ന് ചോദിച്ചിട്ട് എന്തും വിളിച്ച് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, അതുവരെ പറയാൻ പറ്റുള്ളൂ. ഒരു വ്യവസായിക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതുവരെ പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ അപ്പുറം പോയിട്ട് ഈ MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ പിതൃസ്വത്തല്ല എന്നൊക്കെ പറയുന്ന ശൈലി നല്ലതല്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ലെവലിൽ എന്താണ് ആന്ധ്രേനെ തള്ളിയിട്ടും തെലങ്കാനയെ തള്ളിയിട്ടൊക്കെയാണല്ലോ ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം എത്തിയത്. ഇതിനേക്കാൾ നല്ല സ്ഥലമാണെങ്കിൽ അവർക്ക് 1ാം സ്ഥാനം കൊടുക്കണ്ടായിരുന്നല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കേരളത്തിന് പറ്റിയ രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റുന്ന വ്യവസായികൾ കേരളത്തിന് വന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരാണ്. അല്ലാതെ കേരളത്തിലെ എല്ലാ വ്യവസായങ്ങളും കേരളത്തിൽ വരണമെന്നുള്ളതല്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. പാലക്കാട് നമ്മൾ കഞ്ചിക്കോട് ഡിസ്റ്റിലറീൻ്റെ ഫാക്ടറി വരാൻ വേണ്ടി തുടങ്ങിയല്ലോ. ആകെ എത്ര ഏക്കറാ? 25 ഏക്കറോ 5 ഏക്കറോ എത്ര ഒരു സ്ഥലത്താണല്ലോ എന്തുമാത്രമുള്ള കോലാഹലങ്ങളാണ് നടന്നത്. കാരണം അത് വന്നിട്ടില്ല. അത് സർക്കാർ അനുകൂലമായിരുന്നല്ലോ. അത് കൊണ്ടുവരണം എന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു സർക്കാർ. ഇവിടുത്തെ പ്രതിപക്ഷം എന്താ പറഞ്ഞത്?
അത് വരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കള്ള് കച്ചവടവും കള്ള് ഫാക്ടറിയും അവിടെ വരണ്ട. അവിടെ കുടിവെള്ളത്തിന് പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ആരാ? സർക്കാരല്ല പറയുന്നത്. സർക്കാർ വരണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം പറയുകയാണ് അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നാളെ സാബുവിൻ്റെ ഫാക്ടറി ഒരു 5 കിലോമീറ്റർ നീളത്തിൽ ഫാക്ടറി വരട്ടെ എന്ന് പറഞ്ഞാൽ കേരളം സമ്മതിക്കുമോ? സ്ഥലം കേരളത്തിൽ കണ്ടെത്താൻ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ സാബുവിൻ്റെ ബിസിനസ്സിന് പറ്റിയ രീതിയിലൊക്കെ കേരളത്തിൻ്റെ വ്യവസായ സമൂഹത്തിന് അനുസൃതമായി ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതുപോലെയുള്ള വ്യവസായികൾ വരുന്നത് വ്യവസായ സൗഹൃദത്തിന് വേണ്ടിയാണെങ്കിൽ സർക്കാരിൻ്റെ പ്ലാനിങ്ങോടും സർക്കാരിൻ്റെ നിയമങ്ങളോടും സർക്കാരിൻ്റെ ശൈലിക്കൊക്കെ അനുസരിച്ച് വർക്ക് ചെയ്യുക, പണിയെടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനല്ല, അത് ഏത് സർക്കാരാണ്. ഇപ്പോൾ UDF വരികയാണ് UDFിൻ്റെ സംവിധാനത്തിന് അനുകൂലമായിട്ട്, LDF സംവിധാനമാണ് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിസ്റ്റത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വ്യവസായം കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, എന്ത് മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ വ്യവസായികൾക്ക് കൊടുക്കുക? പുറം ലോകത്ത് നിൽക്കുന്നവരെന്താ വിചാരിക്കാന്നറിയോ? അയ്യോ ആന്ധ്രേൻ്റെ മന്ത്രി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മന്ത്രി ഞങ്ങൾ അടുപ്പിക്കില്ല, എന്നിട്ട് ഇവിടുത്തെ മന്ത്രീൻ്റെ പിതൃ സ്വത്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ആന്ധ്രയിലെ മന്ത്രി നല്ലതാണ്, തെലങ്കാന മന്ത്രി നല്ലതാണ്. വേറൊരു രസം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ BJPക്ക് ഫണ്ട് കൊടുത്തല്ലോ, മറ്റേ എന്തുകൊണ്ടാണ് ആര് കൊടുത്തു? അല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ഏതാ? രാഷ്ട്രീയ പാർട്ടികൾ വിവിധ കമ്പനികൾ കൊടുത്തിരുന്ന ഇലക്ട്രൽ ബോണ്ടിൽ 25 ലക്ഷം കൊടുത്തതാണ് ഇത്. കേരളത്തിലെ CPMൻ്റെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സാബു പൈസ കൊടുത്തായിരുന്നോ? അപ്പോൾ അവിടെ കിട്ടും. അവിടെ 25 ലക്ഷവും 50 ലക്ഷവും 1 കോടിയൊക്കെ ഇല്ല, CPM വാങ്ങുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ആന്ധ്രയിലെ ഇലക്ട്രൽ ബോർഡിനും തെലങ്കാനയിലെ ഇലക്ട്രൽ ബോണ്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥലം കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ മന്ത്രിക്ക് പൈസ കൊടുത്താൽ മേടിച്ചെന്ന് തരില്ല. മനസ്സിലായോ? അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അവിടെ കുറച്ച് ഈസി ആയിരിക്കും ഈ കാര്യങ്ങൾ. ഡോക്യുമെൻറ്റ് വേണ്ടെന്ന് പറയാം. തെലങ്കാനയിൽ ഫാക്ടറി തുറന്ന സമയത്ത് എന്നോട് ഒരു ഡോക്യുമെൻറ്റും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ഈസിയായ കാര്യം അല്ലേ? ഒരു ഡോക്യുമെൻറ്റും വേണ്ട, ഒരു ലൈസൻസ് വേണ്ട, ഒരു അപ്രൂവൽ വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫാക്ടറി പണിതോളൂ, നിങ്ങൾ ഇഷ്ടംപോലെ പണിയെടുത്തോളൂ, നിങ്ങൾക്ക് തൊഴിലാളികളുടെ നിയമം വേണ്ട, ഏത് രീതിയിൽ വേണമെങ്കിലും പണിയെടുപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പണിയെടുപ്പിച്ച് നിങ്ങൾ ലാഭം മാത്രം ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടെങ്കിൽ സാബുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പക്ഷേ അങ്ങനെയല്ല കേരളം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കിറ്റക്സ് എന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നല്ല ലാഭം നേടിയ സ്ഥാപനമാണ്, നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിറ്റക്സിൻ്റെ MD നടത്തുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടോട് കൂടിയുള്ളതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 2020 എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. CPMനെ പോലെ കോൺഗ്രസിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായി നിന്നുകൊണ്ട് വ്യാവസായികമായി നേട്ടമുണ്ടാക്കാമോ എന്ന ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹം കിഴക്കമ്പലം എന്നൊരു പ്രദേശം, അവിടെ വ്യവസായം നടത്തുന്നതിനൊപ്പം അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു നേട്ടമുണ്ടാക്കി, അവിടെ ഭരണം നേടി. മാത്രമല്ല 2020 അവിടെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടാണ് ആ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നത്. അവിടെ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്നു. അവിടെയുള്ള ആളുകൾ അതിനനുസരിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് സംസ്ഥാന തലത്തിൽ കൂടി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ആ രൂപത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി ഒരു മത്സരത്തിലേക്ക് വന്നു. പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളുണ്ട് സാബുവിന് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു കാര്യം അതിൽ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ എപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രതികരണം, ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രതികരണം നടത്തുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിഴക്കമ്പലത്തിൽ നിന്ന് തന്നെ ആ ഭാഗത്ത് നിന്ന് തന്നെ പ്രതികരണങ്ങളുണ്ടായിട്ട് ഇപ്പോൾ വ്യവസായ മന്ത്രിയും പ്രതികരിക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിനോട് വളരെ ശക്തമായി തന്നെ വ്യവസായ മന്ത്രി പറയുന്നുണ്ട്. അതേസമയം തന്നെ വേണമെങ്കിൽ ചർച്ചയാകാമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ എപ്പോഴും പരാതി പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് മന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ കേരളത്തിൽ വ്യവസായം സൗഹൃദമാണ് എന്നുള്ള കാര്യത്തിൽ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ ശരിയാണ്, ഇടത് സർക്കാർ ഭരിക്കുന്ന തുടക്കകാലത്ത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വ്യവസായം തുടങ്ങാൻ വന്ന ചില ആളുകൾക്കുണ്ടായ ദുരനുഭവം, ഒരു അന്തൂർ സാജൻ്റെ വിഷയമടക്കം മറ്റ് ചില വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് കേരളം ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഇന്ന് നിലവിൽ ആ രൂപത്തിലല്ല സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ നീങ്ങുന്നത്. വ്യവസായികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നടത്തുന്ന നടപടികൾ പലപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട്. ആ രൂപത്തിലാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ വ്യവസായം വേണ്ട എന്നൊരു തീരുമാനമില്ല. വല്ലപ്പോഴുമെങ്കിലും CITയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് CITU നടത്തുന്ന പ്രതിഷേധങ്ങളൊക്കെയും ഒരു തരത്തിൽ ചർച്ചയാകാറുണ്ട് എന്നതൊഴിച്ചാൽ വ്യവസായികൾക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ കേരളം വിടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞവൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട് എന്നാണ് മന്ത്രി പരിഹസിച്ചത്. അപ്പോൾ ദാവോസിൽ നടന്ന പരിപാടിയിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ കേരളത്തെ പ്രശംസിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. വ്യവസായ മന്ത്രിയുടെ മറുപടിയായിട്ട് വരുന്നത്. ഇനി നോക്കേണ്ട ഒരു കാര്യം, ഈ വ്യവസായ സൗഹൃദ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ റാങ്കിംഗ്
റാങ്കിംഗ് നടത്താനായി കേന്ദ്ര സർക്കാർ അടുത്ത നടപടികളിലേക്ക് കടക്കുന്ന സമയത്താണ് ഇപ്പോൾ സാബു ഇങ്ങനൊരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ദുരുദ്ദേശമുണ്ട്. ഇപ്പോൾ കേരളം വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 28ലാണ് നിൽക്കുന്നത്. അപ്പോൾ 10ൽ ഉൾപ്പെടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കേരളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ലേക്ക് എത്തണം, 10ൽ 1 അതിലേതെങ്കിലും ഒരു അക്കത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു നീക്കത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം നടത്തുന്ന പരിഷ്കാരങ്ങൾ, കേന്ദ്രം പറഞ്ഞ പരിഷ്കാരങ്ങൾ കേരളം കൃത്യമായി നടപ്പാക്കുന്നു. അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് റാങ്കിംഗ് നടപ്പാക്കുക? ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ചില കാര്യങ്ങൾ ചോദിക്കും, സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകും. അതോടൊപ്പം തന്നെ ഒരു പട്ടിക, വ്യവസായ കേന്ദ്രങ്ങളുടെ ഒരു പട്ടിക സംസ്ഥാന സർക്കാർ നൽകണം. ആ പട്ടികയിൽ നിന്നും കേന്ദ്രത്തിന് തിരഞ്ഞെടുത്ത ചില വ്യവസായികളോട് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആരായാം. അപ്പോൾ അതിൽ ഒരുപക്ഷെ സാബു ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വ്യവസായികളിൽ നിന്ന് കേന്ദ്രം ശേഖരിക്കുന്ന പ്രതികരണവും ഈ റാങ്കിങ്ങിൽ പ്രധാനമാണ് എന്നൊരു വിഷയം നിൽക്കുന്നു. മുൻ വർഷങ്ങളിൽ ഈ ഫീഡ്ബാക്കിൽ സ്കോറിലാണ് തിരിച്ചടി ഉണ്ടായത്. അതിലാണ് 28ലേക്ക് പോയത്. അപ്പോൾ അതൊരു പ്രശ്നമായി നിൽക്കുന്നു. അപ്പോൾ അവിടെയാണ് ഈ ഒരു സാഹചര്യം. എന്താണ് സാബു ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്? കേരളം ഇപ്പോൾ 14,725 പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. അവരിൽ നിന്നും കേന്ദ്രത്തിന് താല്പര്യമുള്ളവരുടെ അഭിപ്രായം തേടുകയാണ് ചെയ്യുക. അപ്പോൾ റാങ്കിങ്ങിൽ കഴിഞ്ഞ വർഷങ്ങളിലെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ 6 വർഷത്തിനിടെ 18ൽ നിന്ന് 28 ഒരു സാഹചര്യമുണ്ട്. 2015 അത് 18 2016 അത് 20 2017 21 2019 28 എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ കേന്ദ്രം നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളെല്ലാം പൂർത്തിയാക്കി എന്ന് കൂടി സംസ്ഥാനം പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2,261 കോടി രൂപ അധിക വായ്പയ്ക്ക് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം കൈവരിച്ച നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ആ വായ്പയ്ക്കുള്ള അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാനം പറയുന്നത്. ഇപ്പോൾ 301 പരിഷ്കാരങ്ങളാണ് കേന്ദ്രം പറഞ്ഞത്. അതിൽ 238 നടപ്പാക്കി എന്നുള്ളതും സംസ്ഥാനത്തിൻ്റെ ഒരു വാദമാണ്. പക്ഷേ ഈ പ്രഖ്യാപിക്കുന്ന പരിഷ്കാരങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ചില വ്യവസായികൾക്ക് അതിൽ ചില പരാതികളുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. ഏതായാലും റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കേരളം ഒരു നീക്കം നടത്തുന്നുണ്ട്, കേരളം ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത് വ്യവസായ സൗഹൃദമാക്കാനുള്ള ശ്രമം തന്നെയാണ്, റാങ്കിങ്ങിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിനിടയ്ക്ക് ഈ ഘട്ടത്തിൽ ആ റാങ്കിങ് എടുക്കുന്ന സമയത്ത് തന്നെ സാബുവിൻ്റെ വരവ്, ഈ പ്രതികരണം എന്നുള്ളത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് വേണമെങ്കിൽ സംശയിക്കേണ്ടതുണ്ട്. അതാണ് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, രാഷ്ട്രീയ നീക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പി രാജീവും അതുപോലെ തന്നെ പി വി ശ്രീനിജൻ MLA-യും നടത്തുന്ന രാഷ്ട്രീയ നീക്കം കൂടി നമ്മൾ കാണാതെ പോകരുത്. കുന്നത്തുനാട് MLA പി വി ശ്രീനിജൻ സാബുവിനെ വേട്ടയാടുന്നു എന്നുള്ളത് സാബു M. ജേക്കബിന്റെ കുറെ കാലങ്ങളായുള്ള ആരോപണമാണ്. അത് തെലങ്കാനയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് അഫയർ അല്ല. 2020 നടത്തുന്ന അല്ലെങ്കിൽ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന കൊണ്ടുവരികയും അത് ഒരു പഞ്ചായത്ത് ഭരണം പിടിക്കുകയും അങ്ങനെ മറ്റിടങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി വരുമ്പോൾ അതിൽ അസ്വസ്ഥപ്പെടുന്ന ആളുകൾ മറുഭാഗത്തും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ അസ്വസ്ഥതയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പി രാജീവിൽ നിന്നും അതുപോലെ പി വി ശ്രീനിജൻ MLA-യിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സാബുവിൻ്റെ മാത്രം കുറ്റം കാണുന്ന ആ രീതിയിലുള്ള സാബുവിൻ്റെ മാത്രം രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കേരളം പ്രതികരിച്ചത് പി രാജീവും പ്രതികരിച്ചു, പി വി ശ്രീനിജൻ MLA-യും പ്രതികരിച്ചു. ഇന്ന് ശ്രീനിജൻ പറഞ്ഞത് എന്താണ്? 2020 ഭരിക്കുന്ന കിഴക്കമ്പലം അത് ആരുടെയും പിതൃസ്വത്തല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിതൃസ്വത്ത് പരാമർശം നടത്തിയത് സാബു മാത്രമല്ല, അതേ രീതിയിൽ അതേ നാണയത്തിൽ പ്രതികരിക്കുകയാണ് ഒരു MLA. സാബു ഒരു MLA ഒന്നുമല്ല, അയാൾ ഒരു വ്യവസായിയാണ്. കുറേ കാലങ്ങളായി വ്യവസായം നടത്തുന്നു. അയാളുടെയും അതുപോലെ തന്നെ അയാളുടെ പിതാവിൻ്റെയും സ്വത്താണ് എന്ന് പറയുന്നു, അല്ലാതെ ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ കേരളം വിടുന്ന കിറ്റെക്സ് എന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി. അപ്പോൾ സഹികെട്ടാണ് പോകുന്നത് എന്ന് സാബു M. ജേക്കബ് പറയുന്നുണ്ട്. വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന് ആദ്യമായിട്ട് പറയുന്ന ആളൊന്നുമല്ല സാബു M. ജേക്കബ്. സുഗതൻ, പുനലൂരിലെ സുഗതനെയും ആന്തൂരിലെ സാജനെയും ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ആന്തൂരിലെ സാജന്റെ മരണം ഉണ്ടായപ്പോഴേക്കും പാർട്ടി പത്രത്തിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ രജതരേഖയിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ഇതേ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതുമാണ്. അപ്പോൾ പൂർണ്ണമായും വ്യവസായ സൗഹൃദമാണ്, എല്ലാ വ്യവസായികൾക്കും ഈക്വലായിട്ടുള്ള ഒരു പരിഗണന കിട്ടുന്നുണ്ട് എന്നതിൽ വാസ്തവമില്ല എന്നത് നമുക്ക് ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സാബുവിൻ്റെ ഒരു ഹട്ട് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു വ്യവസായി, ആൻഡോ സാർ ഒരു വ്യവസായിയാണ്. ആൻഡോ സാറിന് ലാഭമുള്ള ഒരു ബിസിനസ് അല്ലാതെ കയ്യിലിരിക്കുന്നത് മുഴുവൻ കൊണ്ട് കളയുന്ന ഒരു ബിസിനസ് ആൻഡോ സാർ ചെയ്യില്ല. ആൻഡോ സാറിനെ ഒരു 2 വർഷമായിട്ട് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ലാഭം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ വ്യവസായികളും.
അല്ല അങ്ങനെ കേരളത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് അവിടെ കേരളത്തിൽ പുറത്തു പോകാൻ വേണ്ടി കാരണം ഉണ്ടാക്കിയാൽ ഈസിയായിട്ട് കാരണം ഉണ്ടാക്കിയതൊന്നുമല്ല. അവിടെ അതായത് ഇപ്പോൾ 1000 ടേൺ ഓവർ, അത് 5000 ആക്കണമെന്ന്. അതായത് ഇന്ന് കിട്ടുന്ന വരുമാനം തന്നെ അല്ല ഇന്ന് കിട്ടുന്ന ഞാൻ പറയാം. അതായത് സാബു എം ജേക്കബ് എന്ന് പറയുന്നത് ഒരു വ്യവസായിയാണ്. കുറെ കാലങ്ങളായി ഒരു വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും. അങ്ങനെ വ്യവസായ സൗഹൃദമായ മറ്റ് സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല മറ്റ് ഇതര സംസ്ഥാന സർക്കാരുകളുടെ, കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വ്യവസായത്തിന് എത്രത്തോളം പിന്തുണ കിട്ടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്ന ഈ ഒരു ഇട്ടാവട്ടത്തിൽ മാത്രം നിൽക്കേണ്ടതാണോ എന്നൊരു വ്യവസായിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പല എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിനോട് ചേർത്ത് ഞാൻ മറുപടി എന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ സാബു എം ജേക്കബിന് വ്യവസായ സൗഹൃദമായ ആന്ധ്രയെയും തെലങ്കാനയും തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിന്ന് മന്ത്രിമാരൊക്കെ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ചെന്ന് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കണമെന്ന് പല വ്യവസായികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വ്യവസായി അല്ലാത്തതുകൊണ്ട് എനിക്ക് നേരിട്ട് അനുഭവമില്ല, പക്ഷേ പല വ്യവസായികളും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. സാറിന് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വ്യവസായികൾക്ക് എങ്ങനെയാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടി വരുന്നത് എന്നുള്ളത് പല പ്രമുഖ വ്യവസായികൾക്കും നല്ല രീതിയിൽ അറിയാം. അതൊക്കെ കൃത്യമായി പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഒരു റെയ്ഡും ഉണ്ടാകില്ല. എല്ലാം കൃത്യമായി പോകും, പ്രോപ്പറായിരിക്കും എല്ലാ കാര്യങ്ങളും. അതും ഈ സംസ്ഥാനത്ത് പലതവണ പലയിടങ്ങളിലായി കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. വേറൊരു എക്സാമ്പിളിൽ നിന്ന് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മുടെ നാട്ടിൽ കൃഷി നടക്കുന്നില്ല, അല്ലെങ്കിൽ പച്ചക്കറി ഉൽപ്പാദനം നടക്കുന്നില്ല എന്നൊക്കെ പരാതി പറയും. പക്ഷേ കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട്, ഇവിടെയൊക്കെ പോയി മലയാളികൾ അതിർത്തി ഗ്രാമങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുകയാണ്. എന്നിട്ട് അവരവിടെ കൃഷി ചെയ്ത സാധനം നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. ഇപ്പോൾ അടുത്തൊന്നും തുടങ്ങിയതല്ല, കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അവിടെ പോയിട്ടാണ് ഈ സൂര്യകാന്തി കൃഷി നടത്തുന്നത്, ഇഞ്ചി കൃഷി നടത്തുന്നത്, വാഴക്കൃഷി നടത്തുന്നത്. അതൊക്കെ മലയാളികളാണ്. അവിടെ പോയി പാട്ടത്തിനെടുക്കുകയാണ്. അപ്പോൾ അവിടെ പോകുന്ന സാബുവിനെ മാത്രം നമ്മൾ നോക്കണ്ട, അവിടെ പോകുന്ന ഈ കൃഷി ചെയ്യുന്ന മലയാളികൾ പറയുന്നത് എന്താണ്? അവിടെ സ്ഥലം കിട്ടും, നല്ല കൃഷി ചെയ്യാൻ യോഗ്യമായിട്ടുള്ള സ്ഥല ലഭ്യതയുണ്ട്, പാട്ടത്തുക കുറവാണ്, കുറഞ്ഞ കൂലി നിരക്ക്, അതുപോലെ തന്നെ യോജിച്ച കാലാവസ്ഥ, അതോടൊപ്പം തന്നെ വൈദ്യുതി. ഇവിടെ ലോഡ് ഷെഡിംഗ് ഇല്ല എന്നേ ഉള്ളൂ. അവർക്ക് കൃഷി ചെയ്യുന്നതിന് സൗജന്യ വൈദ്യുതി കിട്ടും. അപ്പോൾ അതടക്കമുള്ള അനുകൂല ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേരളം വിട്ട്. സാർ അസ്വസ്ഥനാകാതെ, ഞാൻ പറഞ്ഞില്ലേ, അസ്വസ്ഥനാകാതെ അല്ലല്ല, അല്ല ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇവിടെ ഒയാസിന് കൊടുക്കാനായിട്ട് കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി അവിടെ വേണമെങ്കിൽ കൃഷിയോഗ്യമാക്കിയെടുക്കാം. ഈ ജലസംഭരണി ഉണ്ടാക്കി വ്യവസായം എന്ന് പറയുമ്പോൾ അല്ലല്ല, വ്യവസായം എന്ന് പറയുന്ന കള്ളുകച്ചവടമല്ല. വ്യവസായം എന്ന് പറയുന്നത്, ഞാനൊന്ന് പൂർത്തിയാക്കിയോടെ, ഞാൻ നിങ്ങൾ രണ്ടും പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. അല്ല ഈ വിരുദ്ധോക്തി കൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കൃത്യമായി എനിക്ക് തുടർച്ചയോടുകൂടി ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. കാരണം സാബുവിനെ മാത്രം പ്രതിയാക്കി അവതരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ മഹത്തരമാണ് എന്ന് സ്ഥാപിക്കുന്ന വൺ സൈഡഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും സാറ് ചെയ്തത് ഇവിടുത്തെ വ്യവസായ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം പച്ചപ്പരവതാനി അല്ല, ഞാൻ സർക്കാർ ചെയ്ത തെറ്റെക്കുറിച്ച് സാറിനെ പറയണേ. അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞു. സാറ് പറഞ്ഞത് ഞാൻ പറയാം. ഒറ്റ മിനിറ്റ് എനിക്ക് പൂർത്തിയാക്കാൻ സമയം തരാതെ നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സുജയ്ക്ക് ഞാൻ ഇനി 25 മിനിറ്റ് ഉണ്ട്, അത് തന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിന്റെ അപ്പൊ തന്നെ പറയണ്ടേ, ഒന്നിച്ച് പറയാം, ഒന്നിച്ചങ്ങ് കേട്ടാ മതി. ഞാൻ പറഞ്ഞതിന്റെ അത് ഈ കൃഷി യോഗ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോ സാറെന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? സാറല്ലല്ലോ പി രാജീവ്. അല്ല, പി രാജീവിന്റെ വക്കാലത്തല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞത് കേരളം വ്യവസായ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കേണ്ട ഗതികേട് നമുക്കില്ലാന്ന്. ശരി, സാറായിക്കോ. ശരി, സാർ ഇവിടെ വ്യവസായം നടത്തിക്കോ. ഒറ്റ കാര്യമുള്ളൂ. വ്യവസായി എന്ന നിലയ്ക്കാണോ രാഷ്ട്രീയ നേതാവായിട്ടാണോ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതാണോ? അല്ല, ആ ചോദ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ അതിലേക്ക് എത്തുമ്പോൾ എന്റെ പോയിന്റ് പ്രസന്റ് ചെയ്ത 5ാമത്തെ 6ാമത്തെ വാചകത്തിൽ രണ്ടുപേരും ചേർന്ന് അങ്ങ് തുടങ്ങും. എന്നെ പറയാൻ സമ്മതിക്കത്തില്ല. അത് സ്ഥിരം പരിപാടിയാണ്. അതായത് ആശയം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചോദിക്കൂ അല്ലെങ്കിൽ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ഇടപെടൽ നിർത്തിയാൽ എനിക്കതങ്ങ് പൂർത്തിയാക്കാമായിരുന്നു.
അപ്പോൾ സമയം തന്നാ മതി. അല്ല നിങ്ങളതിന് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞോന്നേ. ഈ ഞാൻ പറയുമ്പോഴത്തേക്കും തടസ്സപ്പെടുത്തുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ഈ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ പോകുന്നത് സാബു പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും സ്ഥലമുണ്ട്. എല്ലാം ഇങ്ങനെ പരവതാനി വിരിച്ചതുപോലെ എല്ലാം അങ്ങ് നടപ്പാക്കി കൊടുക്കുകയാണ്. കേരളം അത്രയും സുന്ദര സുരഭിലമായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആളുകളൊക്കെ സ്ഥല ലഭ്യതയുണ്ട്, കുറഞ്ഞ പാട്ടത്തുകയുണ്ട്, കുറഞ്ഞ കൂലി നിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ പോയി കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണടച്ച് നമ്മളൊരു സംസ്ഥാന സർക്കാരിനെ അങ്ങ് കെട്ടിപ്പുണരേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് എൻ്റെ ഇക്കാര്യത്തിലെ ടേക്ക്. അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കണം, അതേസമയം തന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിക്കാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത വരികയുള്ളൂ. ഇവിടെ കേരളത്തിൽ പരിപാലനമില്ലാതെ തരിശു കിടക്കുന്ന ഏക്കറുകൾ എത്രയാണ്? ഇത് സംസ്ഥാന സർക്കാരിന് തന്നെ പലതരത്തിലുള്ള ഡാറ്റയിലൂടെ സംസ്ഥാന സർക്കാർ തന്നെ വിശകലനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് പാട്ടത്തിന് കൊടുത്ത് കൃഷിയോഗ്യമാക്കി മാറ്റി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മട്ടുപ്പാവ് കൃഷിയടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ അത് എത്രത്തോളം മിനിമൽ ആണെന്ന് നമ്മൾ നോക്കണം. അവിടെയാണ് കർണാടകവും തമിഴ്നാടും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. സമാന രീതിയിലാണ് ആന്ധ്രയും തെലങ്കാനയും. സാറ് പറഞ്ഞതുപോലെ അവർക്കവിടെ ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു വ്യവസായം നടത്തി അത് വിജയിച്ച ഒരാളെ ക്ഷണിക്കുകയുള്ളൂ. പരാജിതനായ ഒരാളെ ആരും ക്ഷണിക്കില്ല. വിജയിച്ച ഒരാളെ പലയിടങ്ങളിലേക്ക് ക്ഷണിച്ചു എന്ന് വരും. പലയിടങ്ങളിലും വ്യവസായം തുടങ്ങാൻ പറഞ്ഞു വരും. അതിപ്പോൾ ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അങ്ങനെയാണ്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസിനാണ് അതിനാണ് ആവർത്തനങ്ങൾ വരിക, അല്ലെങ്കിൽ അതാണ് മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരു സക്സസ്ഫുൾ മോഡൽ ഇവിടെ കിറ്റെക്സിലൂടെ കൊണ്ടുവന്ന് കിറ്റെക്സ് ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ 1000 കോടി കടന്നു വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ലാഭം എടുത്ത് നോക്കി. അതിൽ 141% വർധനയാണ്. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് 631 കോടിയായിരുന്നു. തെലങ്കാനയിലെ ഒന്നാം ഘട്ടത്തിന് കമ്മീഷനിങ് പൂർത്തിയായപ്പോഴാണ് ഈ അവസാന പാദം. സാർ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഈ ഓരോ പാദവും എനിക്ക് പറയാൻ പറ്റാത്ത സാറിനെ കോട്ട് ചെയ്തൊന്നുമല്ല. ഞാൻ സാർ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട്, ഞങ്ങൾ രണ്ട് ബിസിനസ്സുകാരല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഓരോ ക്വാർട്ടറിലെയും വരുമാന വർധന എത്രയാണെന്ന് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 631 കോടിയായിരുന്നത് ഇപ്പോൾ 1000 കോടി കടന്നു. 1001 കോടിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 വർഷം മുൻപേ കേരളം വിടേണ്ടതായിരുന്നു എന്ന തോന്നൽ അയാൾക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? 631 കോടിയിൽ നിന്ന് അയാൾ 1000 കോടിയിലേക്ക് കടന്നത് തെലങ്കാനയിൽ അയാളുടെ പ്രോജക്റ്റിന്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്ത ഘട്ടത്തിലാണ്. അപ്പോൾ അത് അയാളുടെ ടോട്ടൽ ടേൺ ഓവറിൽ തന്നെ മാറ്റമുണ്ടാക്കി. അയാൾ ഒരു വലിയ വ്യവസായിയായി മാറുകയാണ്. അതിപ്പോൾ ഏത് വ്യവസായിയും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ, മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ വ്യവസായി, ഈ ടാഗാണ് സാബു എം ജേക്കബിന് ഇപ്പോൾ ഇത്രയും എതിർപ്പ് നേരിടേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. കിഴക്കമ്പലത്ത് 2020 വിജയിച്ച ഒരു മോഡൽ കൊണ്ടുവന്നതാണ്. ആ രാഷ്ട്രീയ മോഡൽ CPIഎമ്മിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ CPIഎമ്മിന്റെ ഒക്കെ ചങ്ങാതിയായി നിൽക്കണം, CPIഎമ്മിന് ഒപ്പം നിന്നുകൊണ്ട് CPIഎമ്മിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിലടക്കം ഒന്നിച്ചു നിൽക്കണം, അല്ലാതെ എതിരെ പോയി മത്സരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യവസായിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അത് തന്നെയാണ് ഇപ്പോൾ സാബുവിന്റെ മറുപടിയിൽ നമ്മൾ കണ്ടു. വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം കിട്ടും. അങ്ങനെ ഒരു മനസ്സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് സാബു പറഞ്ഞത്. അങ്ങനെ വേണ്ടപ്പെട്ടവരെ പോയി വേണ്ട രീതിയിൽ കാണാതെ അയാൾക്ക് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ വ്യവസായം നടത്താം. അതിനൊരു പ്രശ്നവുമില്ല. അയാൾക്ക് 5000 കോടിയിലേക്ക് അയാളുടെ ടേൺ ഓവർ കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം അദാനിയുടെ കാര്യവും കോട്ട് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഫ്രണ്ടായിട്ട് മാറിയല്ലോ. എങ്ങനെയാണ്? നേരത്തെ എതിർത്തുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ എത്ര വർഷം, 10 വർഷം പോലും എടുത്തില്ല തീരുമാനം മാറ്റാനായിട്ട്. അങ്ങനെ അദാനിയെ സുഹൃത്താക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നതാണ് സാബു പറയാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തെലങ്കാനയിൽ ഈ കമ്പനിയുടെ പ്ലാന്റുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ 5000 കോടി വരുമാനം കിട്ടുമെങ്കിൽ അത് എന്തിനാണ് സാബുവിനെ പോലൊരു വ്യവസായി വേണ്ടെന്ന് വെക്കുന്നത്? ഓഹരികൾ, അയാളുടെ ഓഹരികൾ ഇപ്പോൾ അപ്പർ സർക്യൂട്ടിലാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ബിസിനസ് മോഡൽ സക്സസ്ഫുൾ ആണോ എന്ന് നോക്കുന്നത് ആ കമ്പനിയുടെ ഓഹരികൾ 5% കുതിച്ച് അത് അപ്പർ സർക്യൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ വസ്ത്ര കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നതോടുകൂടി ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ UK-യും അമേരിക്കയും അടക്കമുള്ള വിപണികളിൽ വലിയ സാധ്യത തനിക്ക് തുറക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സാബുവിന്റെ നീക്കം എന്നാണ് ഞാൻ കൃത്യമായി ഇതിൽ മനസ്സിലാക്കുന്നത്. കാരണം ലോകത്തെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വലിയ ശിശുവസ്ത്ര, അതായത് കിഡ്സിന്റെ അപ്പാരൽ യൂണിറ്റ് കിറ്റെക്സിൻ്റെതാണ്, സെക്കൻഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള അപ്പാരൽ യൂണിറ്റ് ഉള്ള കിറ്റെക്സിന് കേരളത്തിൽ നിക്ഷേപിക്കും മനസ്സമാധാനമില്ലെങ്കിൽ അയാളുടെ കാശുള്ളവൻ ആ മനസ്സമാധാനം വേണ്ടി, അല്ലാതെ കാശുള്ളവൻ മനസ്സമാധാനമില്ലാതെ ഉറങ്ങാതെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ സാബു എം ജേക്കബിന് ഇവിടെ സമാധാനം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്താണ് അയാൾ കേരളത്തിൽ വ്യവസായം വളർത്തിയത്. ഇനി അയാൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ലാഡറിന്റെ അടുത്ത പടിയിലേക്ക് അയാൾക്ക് കയറണം. ആ കയറുമ്പോൾ അയാൾക്ക് സമാധാനം കിട്ടുന്നത് ആന്ധ്രാപ്രദേശിലാണ്, അല്ലെങ്കിൽ തെലങ്കാനയിലാണ്. ഇവിടുത്തെ ഈ പെറ്റി പൊളിറ്റിക്സിൽ കിടന്ന് കളിക്കാൻ, ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കാൻ ഞാനില്ല എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതായത് ബംഗ്ലാദേശും ചൈനയും ഇവരൊക്കെയാണല്ലോ ഈ വസ്ത്രവ്യാപാര രംഗത്ത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ കൂടുതൽ ഓർഡറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അപ്പാരൽ യൂണിറ്റ് ഉള്ള കിറ്റെക്സിനെ മറ്റ് സംസ്ഥാനങ്ങൾ ക്ഷണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർക്കും ആ സ്റ്റേറ്റിനും ആ റവന്യൂ വരുന്നത് അവർക്ക് നല്ലതാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്, 2024 മാർച്ചിൽ നടന്ന സംഭവമാണ്.
കിഴക്കമ്പലത്തെ 2020 ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറും ഒക്കെ ഓപ്പൺ ചെയ്തായിരുന്നു. ഓപ്പൺ ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ അത് പൂട്ടി. അതിനകത്തേക്ക് ഇടപെടൽ വന്നത്, പരാതി കൊടുക്കാൻ പോയതൊക്കെ അവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടാണ് പി വി ശ്രീനിധൻ ഇന്ന് വന്നിട്ട് പറയുന്നത് സാബുവിന് വ്യവസായം തുടങ്ങണമെങ്കിൽ MLA ഓഫീസിൽ ഒരു അപേക്ഷ നൽകിയാൽ മതിയെന്ന്. പക്ഷേ ഇവിടെ സാബുവിന്റെ അടുത്ത് സാബുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു മന്ത്രി. അപ്പോൾ അതുകൊണ്ട് ശ്രീനിധന്റെ ഓഫീസിലെ അപേക്ഷയും അവിടെ കൊണ്ടുപോയി അത് കൊടുക്കലും സാബുവിന് തൽക്കാലം ആവശ്യമില്ല എന്നതാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തെക്കാൾ കൂടുതൽ ഈ ഹോട്ടൽ ബിസിനസിന്റെ കാര്യത്തിലുമൊക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് ചിലപ്പോൾ സാബു പോയെന്ന് വരും, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സാബു പോയെന്ന് വരും. അതായത് സക്സസ്ഫുൾ ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കാൻ അറിയുന്നവനെ മറ്റുള്ളവരൊക്കെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യും. അത് കേരളത്തിൽ മാത്രം തങ്ങി നിൽക്കണമെന്നുണ്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ആ സൗകര്യം ഒരുക്കി കൊടുക്കാതെ സാബുവിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സാബു എന്നല്ല ഏത് വ്യവസായം ലാഭം ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ. അല്ലാതെ സർക്കാരിനോട് എനിക്ക് ഇഷ്ടമാണ്, സർക്കാരിനോടുള്ള ഇഷ്ടമൂത്ത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്നൊന്നും ആരും തീരുമാനിക്കില്ല. ഈ നമ്മൾ സാബുവിനെ ഇവിടെ പിടിച്ചു നിർത്താൻ സർക്കാർ പോവരുത് എന്ന് പറയുകയല്ലോ. അദ്ദേഹം സർക്കാരിനെതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പോയിട്ടുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്താ പറയുക, ഇപ്പോൾ 1000 കോടി രൂപ സാബു പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. ഈ 1000 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ സാബുവിൻ്റെ ഫാക്ടറി ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ, തെലങ്കാനയിലെ ഫാക്ടറി ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ 1000 കോടി ഉണ്ടാക്കിയത് കേരളത്തിൽ തന്നെ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുടുംബത്തിലെ ഒരു 5 പേരുണ്ടെന്ന് വെക്കുക. അതിൽ ഒരാൾക്ക് സാമ്പത്തികമായി ഉന്നതിയിലെത്തി. അപ്പം ഇവർക്ക് തോന്നുമല്ലോ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ എല്ലാവരും ഒന്നിച്ച് വേണ്ട, സ്പ്ലിറ്റ് ചെയ്ത് പോയി കളയാം എന്ന് തോന്നുന്നു. അപ്പം ഒരാൾ വിചാരിക്കുകയാണ്, എന്താ എനിക്ക് അങ്ങനെ പോലും ആരും വിടുന്നില്ല, എല്ലാവരും കെട്ടിപ്പിടിച്ച് പോലെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം കയറിയിട്ട് ആ വീട്ടിലെ കാർന്നവരുടെ മുഖത്തിന് ഒരെണ്ണം കൊടുത്തിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറയുമ്പം നീ ഇനി തല്ലി കിട്ടിയാൽ പിന്നെ എന്താ പറയുക, ഇനി നിൽക്കണ്ട ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പി രാജീവ് എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങളതിന് സഹകരിക്കാം. ഈ പറയുന്ന വ്യവസായം നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞങ്ങളുടെ സംവിധാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പി രാജീവിനോട് പറയും പിതൃസ്വത്തല്ല എന്ന് പറയും. അപ്പോൾ പോകുന്നുമില്ല, എന്നാൽ പിന്നെ ഞാൻ പരിപാടി നിർത്തി. കഴിഞ്ഞ 5 വർഷം മുന്നേ പറയുകയാണല്ലോ പോകുന്നില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഇപ്പോൾ സുജയ പറഞ്ഞത് ശരിയാണ്. ചിലപ്പോൾ ഇപ്പോൾ 5000 കോടി രൂപ ടേൺ ഓവറിലേക്ക് എത്തിക്കാം. 5000 കോടി ടേൺ ഓവർ എത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കേരളത്തിലില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, അവരുടെ കമ്പനിക്ക് 5000 കോടിയോ ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സംവിധാനമോ സ്ഥല സൗകര്യമോ കേരളത്തിലില്ല. അവർക്ക് റോ മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള സാധനമില്ല. അവരെ തൊട്ടടുത്ത്, ഇപ്പോൾ ആന്ധ്രയിൽ പോയി തൊട്ടടുത്ത് റോ മെറ്റീരിയൽ കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ലണ്ടനിലേക്കോ കയറ്റി അയക്കുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അവിടുന്ന് കയറ്റി അയക്കാൻ പറ്റും. അവർ ഒരു വ്യവസായിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം എന്താണ് അതങ്ങനെ പറയാലോ അതാ ഞാൻ പറയുന്നത്. അവിടെ സാബുവിനോട് ആന്ധ്രയിൽ പോയി തുടങ്ങാം, തെറ്റില്ല. തെലുങ്കാനയിൽ പോയി തെറ്റില്ല. പക്ഷേ എന്തിനാണ് കേരളത്തെ മോശമാക്കുന്നത്? ആ കേരളത്തെ മോശമാക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അതാണ് ഞാനും പറഞ്ഞത്. കാരണം 2024 ഇതേ പി വി ശ്രീനിധൻ വെറുതെ അല്ല സാബു ഇറിറ്റേറ്റഡ് ആകുന്നത്. കാരണം പി രാജീവ് അല്ല, ശ്രീനിജനാണ് അവിടെ ഈ ടാൻട്രംസ് ഉണ്ടാക്കി. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാണ്. നേരത്തെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോൾ കിഴക്കമ്പലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കിഴക്കമ്പലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 1-2 പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ സാബുവിന് കൊടുക്കാവുന്ന പൈസകളൊക്കെ കൊടുത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് സൗജന്യം കൊടുത്ത് അവരെ കൂടെ നിർത്താം. പക്ഷേ ഒരു MLA അവർ നിർത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത്ര നന്മ ചെയ്യുന്ന സാബുവായിരുന്നെങ്കിൽ അവിടെ MLA സ്ഥലത്തേക്ക് മത്സരിച്ചല്ലായിരുന്നോ? ജയിച്ചില്ലല്ലോ, 8 നില പൊട്ടിയില്ലേ? അപ്പോൾ ശ്രീനിജൻ അത്രയും വലിയ കോടീശ്വരനോ അല്ലെങ്കിൽ അത്രയും വലിയ വ്യവസായി ഒന്നും അല്ലല്ലോ ഇദ്ദേഹത്തെ മത്സരിച്ച് സാധാരണക്കാരനായ ഒരു MLA. അദ്ദേഹം ജയിച്ചില്ല. അദ്ദേഹത്തെ പോലും തോൽപ്പിക്കാൻ ആർക്ക് പറ്റിയില്ല, സാബുവിന് പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് സുജി വേറൊരു കാര്യം പറഞ്ഞു, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. എന്തുകൊണ്ട് കേരളത്തിൻ്റെ സംസ്ഥാനത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പോകുന്നു? ഇപ്പോൾ ഞാൻ വയനാട്ടിലാണല്ലോ. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി നടത്തുന്നത് കർണാടക, കൊടക്, പിന്നെ എന്താണ് ഈ കൊടക് ഏരിയയിൽ, അതുപോലെ തന്നെ കർണാടകേൻ്റെ മൈസൂർ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി നടത്തുന്നത്. എനിക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ മുതലാളിമാരെല്ലാം ഇഞ്ചി കൃഷിയിൽ നിന്ന് പണം ഉണ്ടാക്കിയവരാണ്. പണ്ട് KM ഷാജി പറഞ്ഞപ്പോൾ KM ഷാജിനെ എല്ലാവരും കൂടെ കളിയാക്കി. കാരണം KM ഷാജി പറഞ്ഞത് സത്യമാണ്. കാരണം വയനാട്ടിലുള്ള ഇപ്പോഴത്തെ കോടീശ്വരന്മാരിലെ 80% ആൾക്കാരും പണം ഉണ്ടാക്കിയത് ഇഞ്ചി കൃഷിയിലൂടെ തന്നെയാണ്. 10, 500, 200, 300 ഏക്കർ കൃഷി നടത്തുന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഫാമിലിപ്പെട്ടവരൊക്കെ ഇഞ്ചി കൃഷി അവിടെ നടത്തുന്നുണ്ട്, വലിയ രീതിയിൽ ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അങ്ങനെ ഒരു 10, 500 ഏക്കർ ഇഞ്ചി കൃഷി നടത്താൻ സ്ഥലമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു സ്ഥലത്ത് ഇഞ്ചി കൃഷി നടത്തിയ സ്ഥലത്ത് പിന്നെ അടുത്ത വർഷം അവിടെ ഇഞ്ചി കൃഷി നടത്താൻ പറ്റില്ല. അല്ല, ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം ഇഞ്ചി കൃഷി നടത്താം, അടുത്ത പ്രാവശ്യം അതേ സ്ഥലത്ത് ഇഞ്ചി കൃഷി നടത്തിയാൽ കേടാവും. അപ്പം ഒരു സ്ഥലത്ത് ഇഞ്ചി കൃഷി നടത്താൻ വേണ്ടിയിട്ട് ഇപ്പം എന്താണ് കർണാടകയിലേക്ക് ഒരാൾ പോവുകയാണ്. അവിടെ ചെന്ന് ഇഞ്ചി കൃഷി നടത്തുന്ന സമയത്ത് ആ സ്ഥലം 500 ഏക്കർ എടുത്തു അല്ലെങ്കിൽ 200 ഏക്കർ എടുത്തു ഇഞ്ചി കൃഷി
നടത്തി അതിൻ്റെ അകത്ത് വരുമാനം എടുത്ത് ലാഭം കിട്ടി തിരിച്ചു വന്നു. ആ സ്ഥലം ഉപേക്ഷിക്കുകയാണ്. ആ സ്ഥലം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് ഇഞ്ചി കൃഷി നടത്താൻ പോകുക. അപ്പോൾ വേറൊരു കർഷകൻ പോയിട്ട് ഈ ഇഞ്ചി കൃഷി നടത്തിയ സ്ഥലം ചെന്നിട്ട് പറയും എനിക്ക് വാഴ വെക്കാൻ തരുമോ എന്ന് ചോദിക്കും. അപ്പം ആ സ്ഥല ഉടമേനെ സംബന്ധിച്ചിടത്തോളം തരിശായി കിടക്കുന്ന ഒരു ഭൂമി, ഇഞ്ചി കൃഷിക്ക് ഒരു വരുമാനം കിട്ടി, വാഴ വെക്കാൻ വേറെ ഒരു വരുമാനം കിട്ടി. അതുകൊണ്ടാണ് ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അവിടെ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കർണാടകേൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ അതിർത്തി ഭാഗങ്ങളിൽ ഓരോ കൃഷി ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം അവിടെ ഇഞ്ചി കൃഷി നടത്തി കഴിയുമ്പോൾ ആ ഏരിയ എല്ലാം വൃത്തിയാക്കി എന്തൊരു സാധാരണ ചെറുകിട കൃഷി നടത്താൻ ഇപ്പം തക്കാളി നടാനും വെണ്ടയ്ക്ക നടാനൊക്കെ പാകപ്പെടുത്തി കിടക്കും. കാരണം വെറുതെ പൂട്ടി വിട്ടിട്ടാൽ മതി. അപ്പോൾ അവിടുത്തെ അതിനനുസരിച്ചുള്ള വരുമാനം അവിടുത്തെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ കേരളത്തിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ നമ്മൾ പറയും അയ്യോ കേരളത്തിൽ നിങ്ങൾ കൃഷി അതുകൊണ്ട് നമുക്ക് പറ്റിയ സ്ഥലം എന്താ, നമുക്കൊരു 1 ഏക്കർ സ്ഥലം അടുപ്പിച്ച് കിട്ടില്ല. ഒരു 10-25 വീടായിരിക്കും 1 ഏക്കർ സ്ഥലത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ 4-5 വീടുണ്ടാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മട്ടുപ്പാവ് കൃഷിയാണ്. നമ്മുടെ വീടിന് മേലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനപ്പുറത്തേക്ക് കയറിയിട്ട് നമ്മൾ കേരളത്തിന് പുറത്ത് എന്ന് പറയുന്ന സാബുവിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ വ്യവസായി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാബുവിൻ്റെ സംവിധാനത്തോട് കൂടിയിട്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ആളാണ്. സാബു കേരളത്തിൽ ഇത്ര കഷ്ടപ്പെട്ട് അവരുടെ അടുത്ത് റോ മെറ്റീരിയൽ കിട്ടാത്ത, അവർക്ക് എക്സ്പോർട്ടിങ്ങിന് എയർപോർട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ പോർട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വ്യവസായത്തിന് പറ്റിയ തൊഴിലാളി കിട്ടാത്ത സ്ഥലത്ത് മിനിമലായി ചെയ്യുകയും ഇതെല്ലാം കിട്ടുന്ന സ്ഥലത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഒറ്റ കാര്യത്തിൽ എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഈ നമ്മൾ കാടടച്ച് വെടിവെക്കുന്നതോടുകൂടി ആ സംസ്ഥാനത്തെയാണ് മോശമാക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനെയും അമ്മേനെയും മോശം പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാവരും സഹിച്ചോണമെന്നില്ലല്ലോ. ഒരാൾക്ക് ചിലപ്പോൾ പറയാം നമ്മുടെ അച്ഛനെ അവനെ മോശം പറയും, അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ആ പറയുന്ന ആളുടെ വെച്ച് അച്ഛൻ മോശമായിരിക്കാം. പക്ഷേ ബാക്കി 4-5 ആൾക്കാർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പറയരുത് എന്നുള്ളതാണ്. അപ്പം ഈ വ്യവസായം കേരള സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, വ്യവസായികളെ ആകർഷിക്കാൻ ചെയ്യുന്നു. അത് പല വ്യവസായങ്ങളുണ്ടല്ലോ. ഈ ഒരൊറ്റ വ്യവസായം പറഞ്ഞിട്ട് ഇതിലേക്ക് ഈ കേരളം വ്യവസായ യോഗ്യമല്ല എന്ന് പറയുന്ന ശൈലിയിലോടാണ് അത് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പുള്ളിക്കതാ ഇപ്പോൾ കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അദ്ദേഹം പറയേണ്ട എന്താണ്, ഞാനാണ് എന്താ പറയുന്നത്, ഞാനിപ്പോൾ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാൽ ഞാൻ പറയുന്നത് എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ രാഷ്ട്രീയമാണ്. അതാ ഞാൻ പറയാറുള്ളൂ. എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ. അല്ലാതെ ഞാൻ ബിസിനസ്സും രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോവുകയും എൻ്റെ രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ബിസിനസ് ഉപയോഗിക്കുകയും ചെയ്യുന്ന പറഞ്ഞ ശൈലി നേരെയല്ല എന്നുള്ളതിൻ്റെ. കിറ്റക്സിന്റെ രാഷ്ട്രീയ നീക്കമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.